ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ BHIC 101 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിങ്ങളുടെ പേപ്പറിലെ ചാപ്റ്റർ 9 വേദിക് പീരീഡ് സെക്കൻഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേദിക് പീരീഡ് ആണ് നോക്കിയത്. ഇതില് വേദിക് പീരീഡ് സെക്കൻഡ് ആണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ചാപ്റ്ററിന്റെ പേര് എന്താണ്? യൂണിറ്റ് 9 വേദിക് പീരീഡ് സെക്കൻഡ്. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് വേദിക് പീരീഡ് എന്നും അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സും കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയതാണ് അല്ലെ. അപ്പൊ ഈ ചാപ്റ്ററിലും നമുക്ക് 5 ക്വസ്റ്റ്യൻ തന്നെയാണ് ഉള്ളത്. എന്തൊക്കെയാണ് അവരുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, അതുപോലെ അവരുടെ ഫാമിലി സ്ട്രക്ചർ എന്തൊക്കെയാണ്, അവരുടെ അഗ്രികൾച്ചർ അവർ ചെയ്തിട്ടുണ്ടായിരുന്നോ, അതുപോലെ അവരുടെ ടെക്നോളജി എങ്ങനെയായിരുന്നു, പിന്നെ എന്താണ് വർണ്ണ നമുക്കറിയാം അല്ലെ, വർണ്ണ, അതുപോലെ തന്നെ ഏർലി വേദിക്കിന്റെ ആ സമയത്തുണ്ടായിരുന്ന പൊളിറ്റി അല്ലെങ്കിൽ അവരുടെ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു, അതുപോലെ അവരുടെ ട്രഡീഷൻ, അങ്ങനെയുള്ള ഒരു 5 ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് ഇതിലും നോക്കാനായിട്ട് ഉള്ളത്. അപ്പോ വേദിക് പീരീഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതായിരുന്നു. അവർക്ക് ഒത്തിരി എന്തുണ്ടായിരുന്നു, അവരുടെ പൊസിഷൻ രാജനെന്നും ഗോത്രയെന്നും അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതില് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് വാസ് ദ ഫാമിലി ഇൻ ദ ലേറ്റർ വേദിക് പീരീഡ്? എങ്ങനെയായിരുന്നു ആ സമയത്ത് ഫാമിലി ലൈഫ് എങ്ങനെയായിരുന്നു? അത് പാട്രിയാർക്കൽ സിസ്റ്റം ആയിരുന്നു അല്ലെ. എന്തെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ പുരുഷാധിപത്യത്തിനാണ് പ്രാധാന്യം അവർ കൊടുത്തിരുന്നത്. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഫാമിലീസ് ഇൻ ദ ലേറ്റർ വേദിക് പീരീഡ് വെയർ പാട്രിയാർക്കൽ സിസ്റ്റം വിത്ത് ഹൈറാർക്കി റിലേഷൻഷിപ്പ് ആൻഡ് ജോയിന്റ് ഫാമിലി സ്ട്രക്ചേഴ്സ്. അപ്പൊ ജോയിന്റ് ഫാമിലി ആയിരുന്നു. അപ്പൊ നമുക്ക് അവിടെ തന്നെ 3 പോയിന്റ് കിട്ടി. അവരുടെ വേദിക് പീരീഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ജോയിന്റ് ഫാമിലി, ജോയിന്റ് ഫാമിലിക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. ജോയിന്റ് ഫാമിലിക്ക് പിന്നെ എങ്ങനെയായിരുന്നു? പുരുഷ മേധാവിത്വം അല്ലെ, അത് പാട്രിയാർക്കൽ സിസ്റ്റം ആയിരുന്നു. പാട്രിയാർക്കൽ സിസ്റ്റം ആയിരുന്നു അവർ പ്രാധാന്യം കൊടുത്തിരുന്നത്. പിന്നെ എന്തായിരുന്നു? പിന്നെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? മൊത്തത്തില് ഒരു ജോയിന്റ് ഫാമിലിയുമായി ബന്ധപ്പെട്ട്, ന്യൂക്ലിയർ സിസ്റ്റം അല്ല, ജോയിന്റ് ഫാമിലി അല്ലെ. ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ എന്താണ്? കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്കും പുരുഷാധിപത്യത്തിനും പ്രാധാന്യം കൊടുത്തത് കൊണ്ടായിരുന്നു നമ്മുടെ ലേറ്റർ വേദിക് പീരീഡിലെ അവരുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലേറ്റർ വേദിക് പീരീഡിലെ അവരുടെ ഫീച്ചേഴ്സ് എങ്ങനെയാണ്? ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ ഫാമിലി ലൈഫ് എങ്ങനെയായിരുന്നു? ലേറ്റർ വേദിക് പീരീഡ് വിത്ത് പാട്രിയാർക്കൽ സിസ്റ്റം. എന്ത് സിസ്റ്റം ആയിരുന്നു? പാട്രിയാർക്കൽ സിസ്റ്റം ആയിരുന്നു. അതുപോലെ അവരുടെ ഹൈറാർക്കൽ എന്ന് പറയുമ്പോൾ അവരുടെ ശ്രേണിപരമായ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു? ജോയിന്റ് ഫാമിലി ആയിരുന്നു. അവർ എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? ജോയിന്റ് ഫാമിലിക്കാണ് അല്ലെങ്കിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. ക്ലിയർ? ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ തന്നെ നമുക്ക് പഠിക്കാൻ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, അതായത് ഇതിനെ തുടർന്ന് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അവരുടെ ഫാമിലി സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്നാണ്. ഫാമിലി സ്ട്രക്ചറിന്റെ കാര്യമാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. മെയിൻ ഹെഡിങ് ആയിട്ട് പഠിക്കുക ഫാമിലി സ്ട്രക്ചർ. ഫാമിലി സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? ഫാമിലീസ് വെയർ പാട്രിയാർക്കൽ വിത്ത് പാട്രിലീനിയൽ ഡീസെന്റ് ഹാഡ് എ ഹെഡ് ഓഫ് ദ ഫാമിലി കാൾഡ് കുലപതി. അതായത് ഇവിടെ ഈ ഫാമിലിയിലെ ഹെഡിനെ വിളിച്ച പേരെന്താണ്? ഹെഡിനെ വിളിച്ച പേര് കുലപതി എന്നാണ് വിളിച്ചത്. എന്തെന്നാ വിളിച്ചത്? കുലപതി. ഫാമിലിയിലെ ഹെഡിനെ വിളിച്ച പേര് കുലപതി എന്നാണ് വിളിച്ചത്. പിന്നെ എന്ത് സിസ്റ്റം ആയിരുന്നു അവര്? ജോയിന്റ് ഫാമിലി ആയിരുന്നു അല്ലെ. ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ എന്താണ്? കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്കാണ് അല്ലെ. ഫാമിലീസ് വെയർ പാട്രിയാർക്കൽ വിത്ത് പാട്രിലീനിയൽ ഡീസെന്റ് ഹെഡ് ഓഫ് ദ ഫാമിലി കുലപതി. ഹെഡ് ഓഫ് ദ ഫാമിലി ആരായിരുന്നു? കുലപതി ആയിരുന്നു. പിന്നെ പോളിഗെയിനി വാസ് കോമൺ. പോളിഗെയിനി എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിഗെയിനി ബഹുഭാര്യത്വം. പോളിഗെയിനി എന്ന് പറയുമ്പോൾ എന്താണ്? പോളിഗെയിനി എന്ന് പറയുമ്പോൾ എന്താണ്? ബഹുഭാര്യത്വം. ഒന്നില് അധികം ഭാര്യമാരെ എന്ത് ചെയ്തിരുന്നു? ഉണ്ടായിരുന്നു അല്ലെ. അതായത് ഒന്നിൽ ഒരു ഭാര്യനെക്കാളും എന്ത് ചെയ്തു? ഒന്നിലധികം വിവാഹങ്ങള് കഴിച്ചിരുന്നു. അതാണ് ബഹുഭാര്യത്വം എന്ന് പറഞ്ഞത്. അപ്പൊ ഫാമിലി സ്ട്രക്ചറിന്റെ കാര്യം മനസ്സിലായോ? ഫാമിലി സ്ട്രക്ചറിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ജോയിന്റ് ഫാമിലി ആയിരുന്നു. ഹെഡ് ആരായിരുന്നു? കുലപതി. ഹെഡ് കുലപതി ആയിരുന്നു. പിന്നെ എന്താണ്? എന്ത് സിസ്റ്റം ആണ് ഫോളോ ചെയ്തത്? പാട്രിയാർക്കൽ അല്ലെ. പാട്രിയാർക്കൽ ഫാമിലി ആയിരുന്നു. പിന്നെ പുരുഷ മേധാവിത്വമാണ്. പോളിഗെയിനി എന്ന് പറയുമ്പോൾ എന്താണ്? ബഹുഭാര്യത്വം. ഒരു പുരുഷൻ ഒന്നിലധികം സ്ത്രീകളെ എന്ത് ചെയ്തു? വിവാഹം കഴിച്ചു. ഇതിനെയാണ് പോളിഗെയിനി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫാമിലി സ്ട്രക്ചർ എന്തായിരുന്നു? സിമ്പിൾ അല്ലേ? ഫാമിലി സ്ട്രക്ചർ ഒന്നുകൂടെ പറഞ്ഞേ, കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് എവിടെയായിരിക്കും? ചിലപ്പോ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം,
അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്നവരായിരിക്കാം. പക്ഷെ ആരും ആകട്ടെ, നിങ്ങൾ ചെയ്യാനുള്ളത് എങ്ങനെയാണ്? പറയുന്ന കാര്യം നമ്മളോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, പറഞ്ഞ് പഠിക്കുക. ആ സമയത്ത് നിങ്ങളെ മനസ്സിൽ എന്ത് ചെയ്യും, ഇരിക്കും. അപ്പൊ നമ്മുടെ പഠിച്ച ലേറ്റർ വേദിക്കില് ഫാമിലി സ്ട്രക്ചർ ഒന്നാമത്തെ ക്വസ്റ്റൻ ആയിട്ടുള്ളൂ. എങ്ങനെയാണ് ഫാമിലി സ്ട്രക്ചർ? ഒന്നാമത്തെ പോയിന്റില് ഫാമിലി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ പോളിഗേനി ഉണ്ടായിരുന്നു അല്ലെ, ബഹുഭാര്യത്താണ്. ഒരു പുരുഷൻ ഒന്നിലധികം സ്ത്രീകളെ എന്ത് ചെയ്തു, വിവാഹം കഴിച്ചു. ഹെഡ് ഓഫ് ദ ഫാമിലി ആരായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു കുലപതിയായിരുന്നു. പിന്നെ ജോയിന്റ് ഫാമിലി ആയിരുന്നു, കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട് പോവാം. അടുത്തെന്ന് പറയുമ്പോൾ ഹൗസ് ഹോൾഡ് അല്ലെ. ഫാമിലി സ്ട്രക്ചർ കഴിഞ്ഞു. ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അവരുടെ ഫാമിലി കാര്യങ്ങള് അല്ലെങ്കിൽ അവരുടെ എന്താണ് ഗ്രഹകാര്യങ്ങള് എങ്ങനെയായിരുന്നു എന്നാണ് ഹൗസ് ഹോൾഡ്. എങ്ങനെയാ ഹൗസ് ഹോൾഡ്? ഹൗസ് ഹോൾഡ് became more structured with the rituals for the family welfare. The married man and his wife were called യജമാന. മാരീഡ് ആയിട്ടുള്ള ഹൗസ് ഹോൾഡിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെ. നമ്മൾ പറയാം ഹൗസ് വൈഫ് എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ എന്താണ്, മാരേജ് കഴിഞ്ഞ ഒരു ഭാര്യ അവരുടെ ഭർത്താവിനെ വിളിച്ചിരുന്ന പേര്, അവരുടെ ഹസ്ബൻഡിനെ വിളിച്ച പേരെന്താണ്? യജമാന. മനസ്സിലായോ? യജമാന എന്ന് പറയുന്ന പേരിലാണ് എന്ത് ചെയ്തത്, അറിയപ്പെട്ടത്. അപ്പൊ ഹൗസ് ഹോൾഡ് എങ്ങനെയായിരുന്നു? അപ്പൊ ആർക്കാണ് ഇവിടെയും പ്രാധാന്യം? പുരുഷ മേധാവിത്വമാണ് അല്ലെ. ഹൗസ് ഹോൾഡിൽ ആർക്കാണ് പ്രാധാന്യം? പുരുഷ മേധാവിത്വമാണ്. അതാണ് ഇവിടെ പറയുന്നത് ഹൗസ് ഹോൾഡ് became where patriarchal family അല്ലെ. ഹൗസ് ഹോൾഡ് എങ്ങനെയാണ്? പാട്രിയാർക്കൽ സ്ട്രക്ചർഡ് വിത്ത് റിച്വൽസ് ആൻഡ് ഫാമിലി വെൽഫെയർ അല്ലെ. ഫാമിലിയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് എന്ത് ചെയ്തു, യാഗങ്ങളും പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പറയുന്നു മാരേജ് കഴിഞ്ഞ ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെ എങ്ങനെ വിളിച്ചിരുന്നു? യജമാനന എന്ന് വിളിച്ചിരുന്നു. ഓക്കെ, രണ്ടെണ്ണം നമ്മൾ നോക്കി. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഫാമിലി സ്ട്രക്ചർ. ഫാമിലി സ്ട്രക്ചറിൽ എന്താ പറഞ്ഞത്? കുലപതി, ഹെഡ് ഓഫ് ദ ഫാമിലി കുലപതി. അവിടെയാണ് പറഞ്ഞത് ജോയിന്റ് ഫാമിലിയാണ്, പോളിഗേനി ഉണ്ടായിരുന്നു, പാട്രിയാർക്കൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തത് നമ്മുടെ ഹൗസ് ഹോൾഡ് ആണ്. ഹൗസ് ഹോൾഡിൽ എന്താ പറഞ്ഞത് നമ്മള്? ഇവിടെ എന്താ, ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് പ്രയേഴ്സും റിച്വൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പുറമെ എന്താ സംഭവിച്ചത്? ഭാര്യ ഭർത്താവിനെ വിളിച്ചിരുന്ന പേരെന്താണ്? യജമാനന എന്നാണ് വിളിച്ചിരുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതെന്ന് പറയുന്നത് ജോയിന്റ് ഫാമിലി. എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമല്ലേ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ജോയിന്റ് ഫാമിലി. ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? കൂട്ടുകുടുംബ വ്യവസ്ഥ അല്ലെ. കൂട്ടുകുടുംബ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഒന്നിലധികം എന്ത് ചെയ്യും ആൾക്കാർ, അപ്പൂപ്പൻ, അമ്മുമ്മ, അതുപോലെ തന്നെ മക്കള്, പേരമക്കള് എല്ലാവരും കൂടി എന്ത് ചെയ്യും, ഒരുമിച്ച് ജീവിക്കുന്ന സിസ്റ്റത്തെയാണ് എന്ന് വിളിക്കുന്നത് ജോയിന്റ് ഫാമിലി എന്ന് വിളിക്കുന്നത്. അപ്പൊ അല്ലെ, ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ എന്താണ്? 3 or 4 ജനറേഷൻ. ഇവിടെ ആരൊക്കെയുണ്ട്? ഒരു ജനറേഷൻ ആണോ? അല്ല അല്ലേ. എങ്ങനെയാണ്? 3 or 4 ജനറേഷൻ, 3 അതിലധികമോ 3 4 ജനറേഷൻസ് ഒരുമിച്ച് ജീവിക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ ജോയിന്റ് ഫാമിലി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായല്ലേ? 3 കാര്യങ്ങൾ ഓക്കെ ആയി. ഇനി അടുത്ത് ഗോത്ര. എന്താണ് ഗോത്ര? ഗോത്ര എന്ന് പറയുന്നത് ദ ഐഡിയ ഓഫ് ഗോത്ര എമർജ്ഡ് which referred to a group of people, common ancestor people of the same gotra, were considered sibling and could not marry each other. അതായത് ഒരു ഗോത്രത്തിലുള്ളവർ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല? വിവാഹം കഴിക്കാനായിട്ട് പാടില്ല. അവർ എന്തായിട്ട് കണക്കാക്കി? സിബ്ലിംഗ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളായിട്ടാണ് കണക്കാക്കിയത്. ഒരു ഗോത്രത്തിലുള്ളവരെ എങ്ങനെയാണ് കണക്കാക്കിയത്? സഹോദരങ്ങളായിട്ടാണ്. അവർ തമ്മിൽ എന്ത് ബന്ധം പാടില്ല? വൈവാഹിക ബന്ധം അല്ലെങ്കിൽ മാരേജ് റിലേഷൻഷിപ്പ് പാടില്ല. അതാണ് ഗോത്ര എന്ന് പറയുന്നത്. ഗോത്ര എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയില്ല, നമ്മള് ആദിവാസികളിലെല്ലാം ഇതിലെ ഏറ്റവും ഒരു ഇതില് നമ്മള് ആദിവാസി മൂപ്പൻ എന്നും ഊരുമൂപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിലെ ഏറ്റവും ഹെഡിനെ പിടിച്ച് തലവനാക്കി മാറ്റുന്ന സിസ്റ്റം, അതാണ് ഗോത്ര എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയാണ്. ദ ഐഡിയ ഓഫ് ഗോത്ര എമർജ്ഡ് വിച്ച് റിഫേർഡ് ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടല്ലേ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെ. ഒന്നിലധികം ആൾക്കാരെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. ഇവർക്കൊക്കെ കൂടെ ഒന്നിലധികം ആൾക്കാർ, ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഒരാൾ എന്തായിരിക്കും? ഹെഡ് ആയിരിക്കും. മനസ്സിലായോ? ഒരാൾ എങ്ങനെയായിരിക്കും? ഹെഡ് ആയിരിക്കും. പീപ്പിൾസിനെല്ലാം ആരാണ് ഹെഡ്? ഒരാള് ഹെഡ്. ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? കോൾഡ് ഗോത്ര. ഇതിനെ ആര് എന്തെന്ന് വിളിക്കുന്നു? ഗോത്ര എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായോ? അവരെ എന്തെന്ന് വിളിച്ചു? ഗോത്ര എന്നാണ് വിളിച്ചത്. പക്ഷെ ഈ ഗോത്രത്തിൽ ഉള്ളവർ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇവിടെ പറയുന്നുണ്ട് എന്താണ്? പീപ്പിൾ ഓഫ് ദ സെയിം ഗോത്ര. സെയിം ഗോത്രത്തിലുള്ളവർ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല? വിവാഹ ബന്ധത്തില് കഴിക്കാനായിട്ട് പാടില്ല. മനസ്സിലായോ? അവരെ സിബ്ലിംഗ് ആയിട്ടാണ്, സിബ്ലിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അവരെ സഹോദരങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി? ഫാമിലി സ്ട്രക്ചർ നോക്കി, ഹൗസ് ഹോൾഡ് നോക്കി, ജോയിന്റ് ഫാമിലി നോക്കി, ഗോത്ര നോക്കി. ഇനി അടുത്തത് മാരേജ്.
എങ്ങനെയായിരുന്നു അവരുടെ മാരേജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ വൈദിക് പീരീഡിലെ ആൾക്കാരുടെ മാരേജ് സിസ്റ്റം എങ്ങനെയാണ് മാരേജ് ബിറ്റ്വീൻ പീപ്പിൾ ഓഫ് സെയിം ഗോത്ര വെയർ പ്രൊഹിബിറ്റഡ്. നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. സെയിം ഗോത്രത്തിൽ നിന്നുള്ളവർ തമ്മിലുള്ള വിവാഹം എന്ത് ചെയ്തിട്ടില്ല, അതിനെ എന്ത് ചെയ്തു, പ്രൊഹിബിറ്റ് ചെയ്തു. പ്രൊഹിബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അംഗീകരിച്ചില്ല, അത് നിഷേധിച്ചിരുന്നു. സെയിം ഗോത്രത്തിൽപ്പെട്ടവർ തമ്മിൽ എന്ത്, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഒരു എക്സും അതുപോലെ തന്നെ ഒരു എക്സും, ആ എക്സും അതായത് ഇവിടെ പറയുന്നുണ്ട് എന്താണ്, സെയിം ഗോത്രമാണല്ലോ ഇവർ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കാനായിട്ട് പാടില്ല. അത് അവിടെ എന്താണ്, ഇവരുടെ പ്രധാനപ്പെട്ട ഒരു നിഷേധിച്ചിരുന്നു, ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എന്ന് നിഷേധിച്ചിരുന്നു. അതാണ് പറഞ്ഞത്, സെയിം ഗോത്രങ്ങൾ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, വിവാഹം കഴിക്കാൻ പാടില്ല. പിന്നെ ബിറ്റ്വീൻ പീപ്പിൾ ഓഫ് ഡിഫറെന്റ് വർണ്ണാസ് വേർ ആൾസോ ഫോണ്ട് അപ്പോൺ. പല തരത്തിലുള്ള ആൾക്കാർ തമ്മിൽ, വർണ്ണാസ് തമ്മിലൊക്കെ വിവാഹം കഴിക്കും. പക്ഷെ സെയിം ഗോത്രത്തിൽപ്പെട്ടവർ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, വിവാഹം കഴിക്കാനായിട്ട് പാടില്ല. അപ്പൊ മാരേജ് സിസ്റ്റം മനസ്സിലായല്ലോ. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതിനെ കുറിച്ചാണ്, ലേറ്റർ വേദിക്കിന്റെ അല്ലെ, ലേറ്റർ വേദിക്കിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞ് സെയിം ഗോത്രത്തിലുള്ളവർ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, വിവാഹം കഴിക്കാനായിട്ട് പാടില്ല. ഇനി വുമൺസിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു നോക്കാം അല്ലെ. വുമൺസ് എങ്ങനെയായിരുന്നു, അടുത്ത ക്വസ്റ്റ്യൻ. വുമൻസ് വെയർ റിലേറ്റഡ് സബോർഡിനേറ്റ് റോൾസ്. വുമൻസിന്റെ അവസ്ഥ വളരെ താഴ്ന്ന സ്വഭാവമായിരുന്നു, അല്ലെങ്കിൽ താഴ്ന്ന പദവിയായിരുന്നു. വുമൻസിന്റെ പദവി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, താഴ്ന്ന, സബോർഡിനേറ്റ് അല്ലെ. സബോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, താഴെ തട്ടിലുള്ള പദവിയായിരുന്നു. ലേറ്റർ വേദിക്കില് ഇവർക്ക് എന്തിനുള്ള ഇതില്ലായിരുന്നു, വളരെ വലിയ ഒരു സ്വാതന്ത്ര്യമൊന്നും ലഭിച്ചിരുന്നില്ല. പിന്നെ എങ്ങനെയാണ്, ബട്ട് ദേ ഡിഡ് ടേക്ക് എ വെറൈറ്റി ഓഫ് പ്രൊവിഷൻസ്. ഇവർക്ക് ധാരാളം എന്തുണ്ടായിരുന്നു, ഉപജീവന മാർഗങ്ങൾ അറിയായിരുന്നു. ഇവർക്ക് ഒരുപാട് തൊഴിലുകൾ ചെയ്യാനായിട്ട് അറിയായിരുന്നു. പിന്നെ ഇൻക്ലൂഡിങ് ട്രെയിനിങ് കാറ്റിൽ, പിന്നെ എന്താണ്, മിൽക്കിംഗ് കൗസ്, പാല് കറക്കാൻ അല്ലെ. കന്നുകാലികളെ എന്ത് ചെയ്യാൻ, കന്നുകാലികളെ പരിപാലിച്ചു, പിന്നെ എന്താണ്, കന്നുകാലികളെ പരിപാലിച്ചു. അതുപോലെ താഴ്ന്ന പദവിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കന്നുകാലികളെ പരിപാലിച്ചു. പിന്നെ കാറ്റിൽ മിൽക്കിംഗ് കൗസ്, അതായത് നമ്മുടെ എന്താണ്, പശുവിനെയും അതുപോലെ ആട് ഇവയൊക്കെ എന്ത് ചെയ്യും, കറക്കുന്ന ഡ്യൂട്ടി അല്ലെ. പാലുകൾ എന്ത് ചെയ്യും, കറക്കുന്ന ഡ്യൂട്ടി ഇവരുടെ ഡ്യൂട്ടി ആയിരുന്നു. വീവിങ് ആൻഡ് ഗ്രിൻഡിങ് അല്ലെ, നെയ്ത്ത്, അതുപോലെ എന്താണ്, ഇതെല്ലാം നെയ്ത്ത്, സ്പിന്നിങ്, അതൊക്കെ വീവിങ് സ്പിന്നിങ് ഒക്കെ, നെയ്ത്ത്, നൂൽപ്പ്, ഇതൊക്കെ അവരുടെ ജോലികളായിരുന്നു. Later Vedic period was time of many social changes, including the rigidification of the Varna system. ഈ സമയത്താണ് എന്ത് വന്നത്, വർണ്ണ സിസ്റ്റം അല്ലെ. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് പറയുന്ന 4 വർണ്ണങ്ങളൊക്കെ ഉള്ളത് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ സിസ്റ്റം ബർത്ത് ടു ഫാമിലി became more important than merit and children were accepted for the same provision for their. അതുകൊണ്ട് ഒരു ഞാൻ പണ്ട് നമുക്കറിയാം, വൈശ്യർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, കച്ചവട തൊഴിലുകൾ ചെയ്യുന്നവരാണ്. ഇവർക്ക് വേറൊരു ജോലി ചെയ്യാനായിട്ട് കഴിയില്ല. ക്ഷത്രിയരുടെ യുദ്ധം ചെയ്യുക, അവർക്ക് ക്ഷത്രിയർ എന്താണ്, അത് തന്നെ ചെയ്യണം. പൂജാഗിരികൾ അല്ലെങ്കിൽ പൂജാകാര്യങ്ങൾ ഏർപ്പെടുന്നത് ബ്രാഹ്മണർ, അവർക്ക് അത് തന്നെ. അപ്പൊ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ എന്തായി മാറുന്നു, ജോലികള് വർണ്ണയുടെ അടിസ്ഥാനത്തിൽ എന്തായി മാറുന്നു, തൊഴിലുകൾ മാറുന്ന ഒരു സിസ്റ്റം ആ സമയത്ത് ഉണ്ടായി. മനസ്സിലായി. അപ്പൊ വുമൻസിന്റെ പീരീഡ് എങ്ങനെയായിരുന്നു, ലേറ്റർ വേദിക് പീരീഡില് വുമൻസിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു, താഴ്ന്ന പദവിയായിരുന്നു. എന്ത് പദവിയായിരുന്നു, താഴ്ന്ന പദവിയായിരുന്നു. കൂടാതെ എങ്ങനെയായിരുന്നു എന്നാ പറഞ്ഞത്, അവരുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, പ്രൊഫഷനൊക്കെ അവർ സ്വന്തമായിട്ട് തന്നെ എന്ത് കണ്ടെത്തിയിരുന്നു, ജോലികൾ കണ്ടെത്തിയിരുന്നു. അതായത് കന്നുകാലികളെ എന്ത് ചെയ്തു, പരിപാലിക്കുകയും അതിന്റെ പാൽ കറക്കുന്ന ജോലിയും, നെയ്ത്ത്, നൂൽപ്പ്, ഇതെല്ലാം അവരുടെ ജോലിയായിരുന്നു അല്ലെ. പിന്നെ എന്താണ്, പിന്നെ അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു, ഇതെല്ലാം ചെയ്ത് ജീവിച്ചു പോന്നു. പിന്നെ പറഞ്ഞു എന്താണ്, ഫാമിലി ബിക്കം മോർ ഇമ്പോർട്ടന്റ് അല്ലെ. ഇവിടെ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുത്തു, ഫാമിലിക്ക് കൊടുത്തു. പിന്നെ വർണ്ണ സിസ്റ്റം വന്നതോടുകൂടെ ഇവരുടെ ക്ലാസ് എങ്ങനെയായി, കുറച്ചുകൂടെ എന്തായി, തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ജോലികൾ ചെയ്യാൻ അവർ നിർബന്ധിതരായി. ക്ലിയർ. ഇത്രയുമാണ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്, ഫാമിലി സ്ട്രക്ചർ നോക്കി, ഹൗസ് ഹോൾഡ്, ജോയിന്റ് ഫാമിലി, ഗോത്ര, മാരേജ്, അതുപോലെ വിമൻസിന്റെ പൊസിഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ കൺസെപ്റ്റ് ഓഫ് വർണ്ണ. എന്താണ് വർണ്ണ? ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ. വർണ്ണ എന്ന് പറയുന്നത് ദ സിസ്റ്റം ഓഫ് വർണ്ണ ഹാഡ് ഫോളോയിങ് ഫീച്ചേഴ്സ്. സ്റ്റാറ്റസ് ബൈ ബർത്ത്. വർണ്ണസ് എങ്ങനെയാണ് വരുന്നത്, സ്റ്റാറ്റസ് ബൈ ബർത്ത്. ബൈ ബർത്ത് ആണ് അല്ലേ, ബൈ ബർത്ത് എന്ന് പറയുന്നുണ്ടോ, സ്റ്റാറ്റസ് ബൈ
സ്റ്റാറ്റസ് ബൈ ബർത്ത്. പിന്നെ എ ഹൈറാർക്കിക്കൽ ഓപ്പറേറ്റിംഗ് ഓഫ് ദ വർണ്ണാസ്. ഇങ്ങനെയാണ്. എത്ര വർണ്ണങ്ങളുണ്ട്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. അങ്ങനെ നാല് വർണ്ണങ്ങളുണ്ട്. വർണ്ണ സിസ്റ്റം നോക്കുന്നത് സ്റ്റാറ്റസ് ബൈ ബർത്ത് ആണ്. പിന്നെന്താണ്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. പിന്നെ റോൾ ഓഫ് എൻഡോഗാമി ആൻഡ് റിച്വൽ പ്യൂരിഫിക്കേഷൻ. അല്ലെ, ഏകാധിപത്യമായിരുന്നു അല്ലെ ആ സമയത്ത്. പിന്നെ ദ വർണ്ണ സിസ്റ്റം ഫർദർ ടയർഡ് കൺസെപ്റ്റ് ഓഫ് ധർമ്മ, യൂണിവേഴ്സൽ ലോസ് ആൻഡ് എന്താണ് was the attempt to establish a social law for a systematic functioning of the society. The division social group was based on occupation alone. Society was still flexible where one's occupation did not depend on birth. അതായത് ഇവിടെ വേറൊന്നുമല്ല, വർണ്ണം എന്ന് പറയുമ്പോൾ ചെയ്യുന്ന അവരുടെ ജോലി എങ്ങനെയായിരിക്കും? നേരത്തെ ഞാൻ പറഞ്ഞു, ബ്രാഹ്മണരാണെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്യും? പൂജാഗിരികൾ ചെയ്യും അല്ലെ, പൂജാകാര്യങ്ങൾ ചെയ്യും. ക്ഷത്രിയരാണെങ്കിൽ എന്താ? യുദ്ധത്തിന് പോകും. അടുത്ത് വൈശ്യരാണെങ്കിലോ കച്ചവട ബന്ധത്തിന് പോകും. ശൂദ്രരാണെങ്കിലോ ഈ 4 വർണ്ണത്തിനെയും എന്ത് ചെയ്യുക? അവരെ കാര്യങ്ങൾ നോക്കുക. അവരുടെ അടിമയായിട്ട് നിൽക്കുന്നത് ആരാണ്? ശൂദ്രരാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ വർണ്ണ സിസ്റ്റം ഒക്കെ ആണല്ലോ, പണ്ട് തൊട്ട് പഠിച്ചതാണ്. സ്റ്റാറ്റസ് ബൈ ബർത്ത് എപ്പോഴും എഴുതി വെക്കുക, സ്റ്റാറ്റസ് ബൈ ബർത്ത്. അതുപോലെ വർണ്ണാസ് ക്ലാസിഫൈഡ് ഇൻടു 4 ടൈപ്സ്. വർണ്ണാസ് ക്ലാസിഫൈഡ് ഇൻടു 4 ടൈപ്സ്. എത്ര വർണ്ണങ്ങളുണ്ട്? 4 വർണ്ണങ്ങളുണ്ട്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ഡിവൈഡ് ചെയ്ത് കൊടുത്തത്? അവിടെ ഒക്യുപ്പേഷൻ, ജോലി ഡിവൈഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ ഇമ്പാക്ട് ഓഫ് അയൺ ടെക്നോളജി ഇൻ ദ ലേറ്റർ വേദിക് പീരീഡ്? അയൺ ടെക്നോളജി എന്ന് പറയുമ്പോൾ എന്താണ്? ഇരുമ്പ് കണ്ടുപിടിച്ചതോടുകൂടി അവരുടെ വേദിക് പീരീഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇരുമ്പ് കണ്ടുപിടിച്ചതോടുകൂടി, അയൺ വന്നതോടുകൂടി അവർക്ക് എന്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി? എന്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ട്? യെസ്, കറക്റ്റ്. അവര് അഗ്രികൾച്ചർ കുറച്ചുകൂടെ എന്താവുന്നു? ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും അല്ലെ, അഗ്രികൾച്ചർ. അതുപോലെ വെപ്പൺസ്, അതുപോലെ ക്ലിയറിംഗ് ഫോറസ്റ്റ്, ക്രാഫ്റ്റ് അല്ലെ, അക്കൾച്ചറേഷൻ, സ്പ്രെഡ് ഓഫ് ലാംഗ്വേജ്, എക്സ്പാൻഷൻ ഓഫ് സെറ്റിൽമെന്റ്, ചീപ്പർ ടൂൾസ്. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട എന്താന്ന് പറയുന്നത്. അയൺ കണ്ടുപിടിച്ചതോടുകൂടി അവർക്കുണ്ടായ മാറ്റം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റത്തേത് അഗ്രികൾച്ചർ. ഇത് നേരത്തെ ക്വസ്റ്റ്യൻ്റെ ആണ്, ഇത് അടുത്തതിലോട്ട് എഴുതി വെക്കരുത്. ചെറിയ ലെക്ചർ നോട്ട് എഴുതുന്നവർക്കാണ്. നമ്മൾ നോക്കുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അയൺ ടെക്നോളജി അല്ലെ. അയൺ വന്നതോടുകൂടി എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി? ഒന്ന്, അഗ്രികൾച്ചറിൽ മാറ്റങ്ങളുണ്ട്. എങ്ങനെയായിരിക്കും അഗ്രികൾച്ചർ മാറ്റങ്ങൾ ഉണ്ടായത്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ. അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? കൃഷി ചെയ്യാനായിട്ട് അവർക്ക് ഈസിയായി അല്ലെ, ഈസിയായി. എങ്ങനെയാണ്? പ്ലോഷെയർ അല്ലെ, കലപ്പ, അതുപോലെ തന്നെ എന്താണ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഈ അയൺ എന്തായി? പ്രാധാന്യം അവർ എടുത്തു അല്ലെ. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ട് ഈസിയായി. പിന്നെ ഫാം ലാൻഡ് ആൻഡ് ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ലെഡ് ടു എസ്റ്റാബ്ലിഷ് സെറ്റിൽഡ് സൊസൈറ്റി. അഗ്രികൾച്ചർ ചെയ്യാനായിട്ട്, കൃഷി ചെയ്യാനായിട്ട് അവർക്ക് പ്ലോഷെയർ എന്ന് പറയുമ്പോൾ എന്താണ്? കലപ്പ. പ്ലോഷെയർ എന്ന് പറയുമ്പോൾ കലപ്പ അല്ലെ, കലപ്പ. അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ കുത്തി എന്താണ് സീഡൊക്കെ നട്ടുവെക്കാനായിട്ടുള്ള വെപ്പൺസ്. ഇതെല്ലാം എന്തിനാ ഉണ്ടാക്കുന്നത്? നമ്മുടെ അയണിൽ നിന്നല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇവർക്ക് എന്തായി? കുറച്ചുകൂടെ ഈസിയായി അല്ലെങ്കിൽ ആശ്വാസമായി. അവർക്ക് ഇവിടെ ഗ്രോത്ത്, നമ്മുടെ കൃഷിയുടെ അഗ്രികൾച്ചറിന്റെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒക്കെ തുടങ്ങി. ഇതാണ് അഗ്രികൾച്ചറിന് ഒരു അയൺ കൊണ്ടുണ്ടായ ഗുണമേന്മകൾ. മനസ്സിലായോ? സെക്കൻഡ് വൺ, വെപ്പൺസ്. പല തരത്തിലുള്ള വാള്, കുന്തം, അതുപോലെ തന്നെ എന്താണ് കൈക്കോടാലികൾ, ഇതെല്ലാം അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. എന്തിലൂടെ? ഇവിടെ വെപ്പൺസിലൂടെ. മനസ്സിലായോ? അയൺ വെപ്പൺസ് ലൈക്ക് സോർഡ് ആൻഡ് സ്പിയേഴ്സ് വെയർ യൂസ്ഡ് ബാറ്റിൽ ആൻഡ് സ്റ്റാറ്റസ് സിംബൽസ്. യുദ്ധം ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് പല കാര്യങ്ങളിലും അവർക്ക് വെപ്പൺസ് വളരെയധികം എന്തായി? യൂസായി അല്ലെ. പല കാര്യങ്ങളിലും യുദ്ധം ചെയ്യാനായാലും അതുപോലെ തന്നെ എന്താണ് കൃഷി ചെയ്യാനായാലും വെപ്പൺസ് എന്ത് ചെയ്തു? കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങിയപ്പോ ഇവിടുത്തെ അടുത്തത് എന്താണ്? വെപ്പൺസ്. അയൺ കൊണ്ട് എന്തൊക്കെ ഉണ്ടായി? വെപ്പൺസ് അല്ലെ. വെപ്പൺസ് ഉണ്ടാക്കിയപ്പോ അവർക്ക് എന്തായി? വെപ്പൺസ് ഉണ്ടാക്കി. വെപ്പൺസ് അഗ്രികൾച്ചർ ആയി, പിന്നെ വെപ്പൺസ് ആയി. ഓക്കെ, അടുത്തത് എന്താണ്? മൂന്നാമത്തത് ക്ലിയറിംഗ് ഫോറസ്റ്റ്. കാട് പിടിച്ചു കിടന്ന ഫോറസ്റ്റിനെയൊക്കെ അവർക്ക് എന്താക്കി മാറ്റങ്ങൾ? ക്ലിയർ ചെയ്യാനായിട്ട് അവർക്ക് തുടങ്ങി. അത് അവർക്ക് മാറി, അല്ലെങ്കിൽ അവർക്ക് കഴിഞ്ഞു. അതായത് കാട് പിടിച്ചു കിടന്ന ആ ഒരു വലിയ ഫോറസ്റ്റിനെ
അവർക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ. ക്ലിയർ എന്ന് പറയുമ്പോൾ എന്താണ്? അതിനെ ഒന്ന് ക്ലിയർ ആക്കി വെട്ടിത്തെളിച്ച് കാട് വൃത്തിയാക്കി നമ്മുടെ കൃഷി ചെയ്യാനായിട്ട് ഉപയോഗശൂന്യമായി കിടന്നതിനെ ഉപയോഗമാക്കാനായിട്ട് ഇവർക്ക് നമ്മുടെ ഈ അയൺ കണ്ടുപിടിച്ചതോടെ കഴിഞ്ഞു. മനസ്സിലായോ? അതായത് ക്ലിയറിംഗ് ഫോറസ്റ്റിനെ എന്ത് ചെയ്തു? ക്ലിയർ ചെയ്തു. അയൺ കണ്ടുപിടിച്ചതോടുകൂടിയാണ്. അതോടുകൂടെ എന്താ സംഭവിച്ചത്? അയൺ ടൂൾസ് ഹെൽപ്ഡ് ദ ആര്യന്മാർ എന്ത് ചെയ്തു? ഈ കാട് വെട്ടിത്തെളിച്ച് എവിടേക്ക് എത്തുകയാണ്? നമ്മുടെ ഇൻഡസ് വാലിയിലൊക്കെ വന്ന കാര്യങ്ങൾ നമുക്കറിയാം അല്ലെ? ആര്യൻസ് എന്ത് ചെയ്യുന്നു? ക്ലിയർ ഫോറസ്റ്റ് ടു മൈഗ്രേറ്റ് ഫ്രം എന്താണ്? സപ്തസിന്ധു അല്ലെ? ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. സപ്തസിന്ധു റീജിയനിലെയും അതുപോലെ ഗാൻജറ്റി പ്ലെയിൻ സിന്ധു ഗംഗാ സമതലത്തിൽ എന്ത് ചെയ്തു? ആര്യന്മാർ വരികയുണ്ടായി. എന്തിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി? അയണിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി എന്ത് ചെയ്തു? ക്ലിയറിംഗ് ഫോറസ്റ്റ് അല്ലെ? ഇവിടെ അടുത്ത പോയിന്റ് എന്താണ്? ക്ലിയറിംഗ് ഫോറസ്റ്റ്. ക്ലിയറിംഗ് ഫോറസ്റ്റ് അയൺ കണ്ടുപിടിച്ചതോടെ അഗ്രികൾച്ചറിന് പ്രൊമോട്ട് ചെയ്തു, വെപ്പൺസിന് പ്രൊമോട്ട് ചെയ്തു. അടുത്ത് ക്ലിയറിംഗ് ഫോറസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത് ക്രാഫ്റ്റുകൾ ചെയ്യാനായിട്ട് ഇവർ തുടങ്ങി. എന്തിനു തുടങ്ങി? ക്രാഫ്റ്റ് എന്ന് എന്താണ്? കരകൗശല വസ്തുക്കൾ അല്ലെ? പോട്ട്, അതുപോലെ തന്നെ എന്താണ്? മൺപാത്രങ്ങള്, ഇതെല്ലാം ഇവർക്ക് അയൺ അല്ലെ? ഇരുമ്പ് വെച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവര് ചെയ്യാനായിട്ട് തുടങ്ങി. ദ യൂസ് ഓഫ് അയൺ ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ലെഡ് ടു ഇൻട്രൊഡക്ഷൻ ഡിഫറെന്റ് ക്രാഫ്റ്റ് സ്പെഷ്യലൈസ്ഡ്. ഇവർക്ക് ഇരുമ്പ് വെച്ചിട്ട് പല തരത്തിലുള്ള കരകൗശല കാര്യങ്ങൾ ചെയ്യാനായിട്ടും തുടങ്ങി. മനസ്സിലായി? ഇപ്പൊ അയൺ കണ്ടുപിടിച്ചതോടെ എന്തൊക്കെയാ മാറ്റങ്ങൾ? അഗ്രികൾച്ചറിൽ മാറ്റങ്ങൾ ഉണ്ടായി, വെപ്പൺസ് കണ്ടുപിടിക്കാൻ തുടങ്ങി, കാട് വെട്ടിത്തെളിച്ചു, പിന്നെന്താണ്? ക്രാഫ്റ്റ് ഉണ്ടാക്കി. ഇനി അക്കൾച്ചറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അക്കൾച്ചറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്വാംശീകരിക്കുക. അയൺ ടെക്നോളജി പ്ലേഡ് എ റോൾ ഓഫ് പ്രോസസ് ഓഫ് അക്കൾച്ചർ. ഒരു കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരിടത്തേക്ക് സ്പ്രെഡായി വരുന്നതിനെയാണ് അതിനെ സ്വീകരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? അക്കൾച്ചറേഷൻ. മറ്റൊരു കൾച്ചറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? അക്കൾച്ചറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അക്കൾച്ചറേഷനും അയണിന്റെ കണ്ടുപിടുത്തം എന്ത് ചെയ്തു? വളരെയധികം സ്വാധീനിച്ചു. ഇനി സ്പ്രെഡ് ഓഫ് ലാംഗ്വേജ് എന്തായി മാറുന്നു? സ്പ്രെഡായി. സ്പ്രെഡ് ഓഫ് ലാംഗ്വേജ് എന്തായി മാറി? സ്പ്രെഡ് ആയി അല്ലേ? എങ്ങനെയാ? ദ യൂസ് ഓഫ് അയൺ ആൻഡ് ഹോഴ്സസ് ഹെൽപ്ഡ് സ്പ്രെഡ് ഓഫ് ഇൻഡോ ആര്യൻ ലാംഗ്വേജ്. ഇവിടെ നോക്കിക്കേ, ഏത് ലാംഗ്വേജ് ആണ്? ഇൻഡോ ആര്യൻ ലാംഗ്വേജ് എന്ത് ചെയ്തു? സ്പ്രെഡ് ആയി. ദ യൂസസ് ഓഫ് അയൺ ഇരുമ്പ് കണ്ടുപിടിച്ചതോടുകൂടിയും അതുപോലെ തന്നെ എന്തായി? ഹോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുതിരകൾ അല്ലെ? ഹെൽപ്പ് ചെയ്തു. എങ്ങനെയാണ്? ഇവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടും അതുപോലെ ഭാഷ മറ്റു സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്തു? സ്പ്രെഡ് ആകാനായിട്ടും തുടങ്ങി. മനസ്സിലായോ? അതാണ് അക്കൾച്ചറേഷന് ശേഷം എന്താണ് നമ്മൾ പഠിച്ചത്? സ്പ്രെഡ് ഓഫ് ലാംഗ്വേജ് അല്ലെ? ലാംഗ്വേജ് എന്ത് ചെയ്തു? ഭാഷ എന്ത് ചെയ്തു? മറ്റു സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആകാനായിട്ട് തുടങ്ങി. അടുത്തത് എക്സ്പാൻഷൻ ഓഫ് സെറ്റിൽമെന്റ്. ഇവർ ഇതുവരെ അലഞ്ഞുതിരിഞ്ഞ് നടന്നുവെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? അയൺ കണ്ടുപിടിച്ചതോടുകൂടി അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരിടത്ത് താമസിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വരികയും ചെയ്തു. അത് സെറ്റിൽമെന്റ് എന്ന് എന്താണ്? വാസസ്ഥലം ഒരുക്കാനായിട്ട് തുടങ്ങി. എന്തൊരുക്കാനായിട്ട് തുടങ്ങി? വാസസ്ഥലം. ഇവിടെ പറയുന്നുണ്ട് എന്താണ്? അയൺ എക്സ്പാൻഷൻ. ദ യൂസ് ഓഫ് അയൺ അക്കൗണ്ടബിൾ എക്സ്പാൻഷൻ സെറ്റിൽമെന്റ് ഗാൻജറ്റിക് വാലി എന്ന് പറയുമ്പോൾ എന്താണ്? ഗംഗാ സമതലത്തിന്റെ കരയില് അവർക്ക് എന്ത് തുടങ്ങി? അവര് സമാധാനത്തോടെ താമസിക്കാനായിട്ട് തുടങ്ങി. മനസ്സിലായി? എന്തിന്റെ അഭാവത്തോടു കൂടിയാണ്? അയൺ അല്ലെ? അയൺ കണ്ടുപിടിച്ചതോടെ പലതരം വെപ്പൺസ് കണ്ടുപിടിച്ചത്. അപ്പൊ ആ വെപ്പൺസ് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്തു? ചെറിയ ചെറിയ കുടിലുകൾ ഉണ്ടാക്കാനും ചെറിയ വീടുകൾ നിർമ്മിക്കാനും അതുപോലെ കൃഷി ആരംഭിക്കാനും ഒക്കെ എന്ത് ചെയ്തു? സാധിച്ചു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്? എക്സ്പാൻഷൻ ഓഫ് സെറ്റിൽമെന്റ്. അവർ അതുവരെ അലഞ്ഞുതിരിഞ്ഞു നടന്നു. ഇപ്പോ എന്തിന് അവരെ ഇടയാക്കി? ഒരിടത്ത് താമസിക്കാനായിട്ട് അവർ തന്നെ എന്ത് ചെയ്തു? മുന്നോട്ട് വന്നു. അടുത്ത ചീപ്പർ ടൂൾസ്. അയൺ ടൂൾസ് കുഡ് ബി ഷാർപ്പൻഡ് ഇൻസ്റ്റന്റ് റീകാസ്റ്റ് മേക്കിംഗ് ദം ചീപ്പർ. വളരെ വില കുറഞ്ഞ അല്ലെങ്കിൽ എന്താണ്? ചീപ്പർ ആയിട്ടുള്ള ടൂൾസ് ആണ് അല്ലെ അയൺ എന്ന് പറയുമ്പോൾ. അപ്പൊ ഇവിടെ എന്താണ്? അയൺ ടു ഷുഡ് ബി ഷാർപ്പൻ. വളരെ കൂർത്തതാണ്, വളരെ ഷാർപ്പനിങ് ആണ്. അതുപോലെ എന്താണ്? റീകാസ്റ്റ് ആണ്. മേക്കിംഗ് ചെയ്യാനായിട്ടൊക്കെ എന്ത് ചെയ്തു? റീകാസ്റ്റ് ചെയ്യുന്നു. മേക്കിംഗ് ദം ചീപ്പർ. വളരെ ചിലവേറിയതല്ല അല്ലെ? ചീപ്പറായിട്ട് എന്ത് ചെയ്തു? ചിലവൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാനും സാധിച്ചു. ഇതാണ് ചീപ്പർ ടൂൾസ്. അപ്പൊ എത്രത്തോളം പോയിന്റ്സ് നമ്മൾ ഇവിടെ നോക്കി? അയണിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി അക്കൾച്ചറേഷൻ, മറ്റ് കൾച്ചർ ഇവിടേക്ക് എന്ത് ചെയ്തു? വന്നു. അതുപോലെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. വെപ്പൺസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും?
പലതരത്തിലുള്ള ആയുധങ്ങളും അതുപോലെ തന്നെ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ക്ലിയറിംഗ് ഫോറസ്റ്റ്, കാടിനെ വെട്ടിത്തെളിച്ചു. പിന്നെ എന്താണ്, അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്തു. അതുപോലെ സ്പ്രെഡ് ഓഫ് ലാംഗ്വേജ്, പിന്നെ ചീപ്പർ ടൂൾസ്. ക്ലിയർ അല്ലേ? മനസ്സിലായോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? ഓക്കെ അല്ലേ? അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, എങ്ങനെയായിരുന്നു അവരുടെ പൊളിറ്റിക്കൽ ലൈഫ്? പൊളിറ്റിക്കൽ ലൈഫ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ, അവരുടെ പൊളിറ്റിക്കൽ ലൈഫ്. ആരാണ് ഈ അവരെന്ന് പറയുന്നത്? നമ്മുടെ ലേറ്റർ വേദിക്ക്. പൊളിറ്റിക്കൽ ലൈഫ് എങ്ങനെയായിരുന്നു പൊളിറ്റിക്കൽ ലൈഫ്? ദ പൊളിറ്റി ഓഫ് ദ ഏർലി ഏത് പീരീഡ്, ട്രൈബൽ പൊളിറ്റി, ട്രൈബൽ ചീഫ്, രാജൻ ഓർ സെന്റർ. ശ്രദ്ധിച്ചിരിക്കുക, ആരൊക്കെയാണ് ഈ സമയത്ത് പറയുന്നത്? ട്രൈബൽ ചീഫ്. ഇവിടെ പൊളിറ്റിക്കൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആരായിരുന്നു ഇവിടെ? ഗോത്ര വിഭാഗക്കാരല്ലേ? അവരുടെ ട്രൈബൽ ചീഫ്. പിന്നെ ആരാ ഇവിടെ പറഞ്ഞത്? രാജൻ അല്ലെ? ട്രൈബൽ ചീഫ് എന്ന് പറയാം, അല്ല എങ്കിൽ ആരെന്ന് പറയാം? രാജൻ. ഓക്കെ, ഇത്രയും നമുക്ക് ഇവിടെ ഇരിക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് പറയാം. ഇവിടെ ആ സമയത്ത് ഇവിടെ പൊളിറ്റിക്കൽ ലൈഫ് എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഉണ്ടായിരുന്നു, ഒരു ഐക്യം ഉണ്ടായിരുന്നു. ദ പൊളിറ്റി ഓഫ് ഏർലി വേദിക് പീരീഡ് വാസ് എ ട്രൈബൽ പൊളിറ്റി അല്ലെ? ട്രൈബൽ ആണ് അല്ലെ? ഗോത്രവർഗക്കാരുടെ ഒരു പൊളിറ്റി ആയിരുന്നു. അതിൽ ട്രൈബൽ ചീഫ് ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു? ട്രൈബൽ ചീഫ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജൻ അല്ലെ? അവരെ ആരെന്ന് വിളിക്കാം? രാജാവെന്ന് വിളിക്കാം. അതുപോലെ എന്താണ്, വേറെ ഭരണാധികാരികളെന്ന് വിളിക്കാം. ഇതിന്റെ എല്ലാം, അതായത് പൊളിറ്റിക്കൽ ലൈഫ് അല്ലെ പൊളിറ്റിക്സിന്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ആരായിരുന്നു? രാജാവായിരുന്നു അല്ലെ? എന്തൊക്കെ ചെയ്താൽ ആർക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്? രാജാവിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ആർക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്? രാജാവായിരുന്നു സെൻട്രൽ റോള് കീപ്പ് ചെയ്തു പോയത്. ആരാണ് കീപ്പ് ചെയ്തു പോയത്? രാജാവായിരുന്നു. ഓക്കെ, ഇനി ട്രൈബൽ ചീഫ് ആരാണെന്ന് നമുക്ക് നോക്കാം. ആരാണ് ട്രൈബൽ ചീഫ്? ആരാണ്? The polity of the early Vedic period, tribal polity with tribal chief. അല്ലെ? ലേറ്റർ വേദിക് പീരീഡിലെ അവരുടെ എന്താണ്, ഏർലി വേദിക് പീരീഡിലെ അവരുടെ ട്രൈബൽ പൊളിറ്റി എങ്ങനെയായിരുന്നു? ട്രൈബൽ ചീഫ് എങ്ങനെയായിരുന്നു? ആ സമയത്തുണ്ടായിരുന്ന അവരുടെ ഭരണകാര്യം നിർവഹിച്ചിരുന്നതാണ്. ദ രാജൻ വാസ് ദ ട്രൈബൽ ചീഫ്. രാജാവിനെയാണ് ആരാക്കിയത്? ട്രൈബൽ ചീഫ് ആക്കി മാറ്റിയത്. ട്രൈബ്സ് അഫയേഴ്സ് ടു ഹെൽപ് ടു അതർ ട്രൈബൽ മെമ്പേഴ്സ് ആൻഡ് ടു അസംബ്ലീസ്. രാജാസ് പൊസിഷൻ വാസ് ജനറലി ഹെറിഡിറ്ററി. ഇവിടെ ഈ രാജാവിന് പൊസിഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ട്രൈബൽ ചീഫില്? എങ്ങനെയാണ് ഇതെങ്ങനെയാ രാജാവിന്റെ പൊസിഷൻ വരുന്നത്? വെറുതെ പിടിച്ച് രാജാവാക്കോ? രാജാവിന്റെ പൊസിഷൻ വന്നത് പരമ്പരാഗതമായിരുന്നു. എങ്ങനെയായിരുന്നു വന്നത്? ഹൈറാർക്കിയാണ് അല്ലെ? പാരമ്പര്യമായിട്ട്, ഹെറിഡിറ്ററി പോലെ. ഹെറിഡിറ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? പാരമ്പര്യമായിട്ടാണ് എന്ത് ചെയ്തത്? ഒരു രാജാവിനെ എന്താക്കി മാറ്റുന്നത്? അവിടുത്തെ പൊസിഷൻ കൊടുത്ത് മാറ്റുന്നത്. But there are mention for the election of the king by the tribal assembly. ഓക്കെ, അപ്പം ഈ ഒരു ട്രൈബൽ അസംബ്ലിയുടെ മെയിൻ ഹെഡ് എന്ന് പറഞ്ഞാൽ, ട്രൈബൽ ചീഫിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരായിരുന്നു? രാജാവായിരുന്നു അല്ലെ? രാജാവിന്റെ പൊസിഷൻ എങ്ങനെയായിരുന്നു? മെയിൻ സെന്റർ ആയിരുന്നു, മെയിൻ സെന്റർ ക്യാരക്ടർ ആയിരുന്നു. പിന്നെ രാജാവിന് ഒരു സുപ്രഭാതത്തിൽ ഒരാളെ പിടിച്ച് രാജാവാക്കോ? ഇല്ല. ഇത് എങ്ങനെയായിരുന്നു? ഹൈറാർക്കി ആയിരുന്നു. ഹൈറാർക്കി എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആയിരുന്നു. ഹൈറാർക്കി അല്ല, ഹെറിഡിറ്ററിയാണ്. ഹെറിഡിറ്ററി എന്ന് പറയുന്നത് എന്താണ്? പരമ്പരാഗതമായി എന്ത് ചെയ്തു? അവിടെ രാജാവാക്കി മാറ്റുന്നതാണ്. പരമ്പരാഗതമായിരുന്നു അല്ലെ? ഓക്കെ, ക്ലിയർ ആവുന്നുണ്ട്? ദ പൊളിറ്റി ഓഫ് ദ ഏർലി വേദിക് പീരീഡ് വാസ് ട്രൈബൽ പൊളിറ്റി, വാസ് ട്രൈബൽ ചീഫ്. ദ രാജൻ വാസ് ട്രൈബൽ ചീഫ്, സെൻട്രൽ റോൾ അല്ലെ? രാജാവിനെ ആയിരുന്നു എന്താക്കി മാറ്റിയത്? സെൻട്രൽ റോൾ ആക്കി മാറ്റിയത്. പിന്നെ എന്താ പറഞ്ഞത്? ഇവിടെ രാജൻ പൊസിഷൻ വാസ് ജനറലി ഹെറിഡിറ്ററി. രാജാവിന്റെ പൊസിഷൻ എങ്ങനെയായിരുന്നു കിട്ടിയത്? ഹെറിഡിറ്ററി. അതായത് ഒരു രാജാവ് മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മകനായി ആരായി മാറും? രാജാവായി മാറും അല്ലെ? അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ എന്തായി മാറുന്നു? ഹെറിഡിറ്ററി, പരമ്പരാഗതമായി മാറി വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിച്ചത്? ഹെറിഡിറ്ററി എന്ന് വിളിച്ചത്. പരമ്പരാഗതമായി വന്നത് പൊസിഷനാണ് ഈ പൊസിഷൻ എന്ന് പറയുന്നത്, അല്ലെ രാജാവിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി അസംബ്ലീസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കിവിടെ അറിയാലോ, നമ്മളിവിടെ പറയുന്നില്ലേ, നമുക്ക് 2 അസംബ്ലീസ് ഉണ്ട് അല്ലെ? 2 പാർലമെന്റ്, 2 സഭകളുണ്ട്. എന്തൊക്കെ? രാജ്യസഭയെന്നും അതുപോലെ തന്നെ ലോകസഭ എന്ന് പറയുന്നത് പോലെ ഇവർക്കും എന്തുണ്ട്? അസംബ്ലീസ് ഉണ്ട്. എന്തുണ്ടായിരുന്നു? അസംബ്ലീസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അസംബ്ലീസ്? 2 ഇമ്പോർട്ടന്റ് അസംബ്ലീസ്, മെയിൻ ആയിട്ട് 2 പ്രധാനപ്പെട്ട അസംബ്ലീസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സഭ എന്നും സമിതി എന്നും അറിയപ്പെട്ടു. എന്തെന്നറിയപ്പെട്ടു? സഭ ആൻഡ് സമിതി. ഓക്കെ, അസംബ്ലീസ് എത്ര എണ്ണാണുള്ളത്?
സഫയെന്നും സമിതി. നമുക്ക് നോക്കാം. The two important assemblies were the Safa and Samiti. The Safa was made up of the tribe elders, where the Samiti was responsible for policy decision, political business. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ സഫ ഉണ്ടല്ലോ, ഈ സഫ ആരാ മെയ്ഡ് ചെയ്യുന്നത്? ട്രൈബ്സിലെ എൽഡേഴ്സ് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സഫ മെയ്ഡ് ചെയ്തത്. ട്രൈബിലെ എൽഡേഴ്സ് ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്? സഫ രൂപീകരിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ട്രൈബ്സിലെ എൽഡേഴ്സ് ചേർന്നിട്ട് സഫയും, സമിതി എന്ന് പറയുന്നത് എന്താണ്? പോളിസി ഡിസിഷൻ ആൻഡ് പൊളിറ്റിക്കൽ ബിസിനസ്. ഇവിടെ എന്താണ്? ഒരു പൊളിറ്റിക്കൽ ബിസിനസിന് വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്ത് സമിതി കൊണ്ടുവന്നത്. പൊളിറ്റിക്കൽ ബിസിനസ് ആണ്. ഓക്കെ, പിന്നെ വുമൺ വെയർ അതോറൈസ്ഡ് ടു പാർട്ടിസിപ്പേറ്റ് സഫ ആൻഡ് വിദാദ പ്രൊസീഡിംഗ്. അപ്പം വിമൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ത്രീകൾക്കും സഫയിലും അതുപോലെ വിദാദയിലും ഒക്കെ എന്ത്? വിദാദ എന്ന് പറഞ്ഞാൽ വേറൊരു ഇതാണ്, സമിതിയാണ്. അതുപോലെ സഫയിലൊക്കെ എന്തുണ്ട്? സ്ത്രീകൾക്കും എന്തുണ്ട്? അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ. പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അവർക്കും അതിലൊക്കെ എന്ത് ചെയ്യാം? അവർക്ക് അതിലെല്ലാം എന്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, പങ്കെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നുകൂടെ അസംബ്ലീസ് ഏതൊക്കെയാണ്? രണ്ടെണ്ണം മെയിൻ ആയിട്ട് പഠിക്കാം. സഫയെന്നും സമിതി എന്നും അറിയപ്പെട്ടു അല്ലെ. സഫയും സമിതി എന്ന് പറഞ്ഞാൽ 2 അസംബ്ലീസ് ആണ്. പിന്നെന്താണ്? ട്രൈബ്സിന്റെ എൽഡേഴ്സ് ആണ് എന്ത് കൊണ്ടുവന്നത്? സഫ കൊണ്ടുവന്നത്. സമിതി ആരാണ്? പൊളിറ്റിക്കൽ ബിസിനസ് പരമായ കാര്യങ്ങൾക്കാണ് സമിതി കൊണ്ടുവന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ഒഫീഷ്യൽസ്. എന്താണ് ഒഫീഷ്യൽസ് എന്നാണ്? എന്താണ് ഒഫീഷ്യൽസ്? ദ രാജൻ വാസ് അസൈൻഡ് ബൈ ഇമ്പോർട്ടന്റ് ഒഫീഷ്യൽസ് ലൈക്ക് പുരോഹിത്, ഗ്രാമണി, സെനായ്. ദ പുരോഹിത് വാസ് ദ ചീഫ് അഡ്വൈസർ അക്കമ്പനിഡ് രാജൻ. രാജാവിനെ സഹായിക്കാൻ ആരുണ്ടായിരുന്നു? ഭരണകാര്യത്തില് പുരോഹിതൻ ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു? പുരോഹിതൻ ഉണ്ടായിരുന്നു. രാജാവിനെ സഹായിക്കാൻ ആരുണ്ടായിരുന്നു? പുരോഹിതൻ ഉണ്ടായിരുന്നു. പുരോഹിതൻ എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ പള്ളികളില്, ചർച്ചകളില് ഒക്കെ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ സുവിശേഷം ചെയ്യുന്ന പുരോഹിതൻ ആരെ സഹായിക്കാനുണ്ടായിരുന്നു? നമ്മുടെ രാജാവിനെ സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നു. പിന്നെന്താണ്? പുരോഹിതൻ വാസ് ചീഫ് അഡ്വൈസർ ദ അക്കമ്പനി രാജൻ വേ വാസ് വാർ. രാജാവിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ആരുണ്ടായിരുന്നു? ഈ പുരോഹിതനൊക്കെ കുറെ നിർദ്ദേശങ്ങളൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കും. അതാണ് ഇവിടെ പറഞ്ഞ അക്കമ്പനി രാജൻ വെൻ ടു ദ വാർ. കൂടെ പോകും പുരോഹിതൻ അല്ലെ. രാജാവിന്റെ കൂടെ സഹായത്തിനായിട്ട് ആര് പോകും എന്നാണ് പറഞ്ഞത്? പുരോഹിതന്മാർ പോകും. ദ ഗ്രാമണി വാസ് ദ വില്ലേജ് ഓഫീസർ. വില്ലേജ് ഓഫീസർ വിളിച്ച പേരെന്താണ്? ഗ്രാമണി. ഗ്രാമണി ആരായിരുന്നു? ഗ്രാമണി എന്ന് പറയുമ്പോൾ ആരാണ്? വില്ലേജ് ഓഫീസർ. വില്ലേജ് ഓഫീസറെ എന്തെന്ന് വിളിച്ചു? വില്ലേജ് ഓഫീസറെ എന്ത് വിളിച്ചു? ഗ്രാമണി എന്ന് വിളിച്ചു. അപ്പൊ അവിടെ എന്താണ്? ഒഫീഷ്യൽസിന്റെ കാര്യത്തിൽ എന്താണ്? രാജാവിനെ സഹായിക്കാൻ ആരുണ്ടായിരുന്നു? പുരോഹിതന്മാരുണ്ടായിരുന്നു. പിന്നെന്താ പറഞ്ഞത്? ദ പുരോഹിത് വാസ് ചീഫ് അഡ്വൈസർ. പല കാര്യങ്ങളിലും അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? രാജാവിന്. പുരോഹിതനാണ് കേട്ടെ. പുരോഹിതനാണ് സഹായിക്കുന്നത്. പിന്നെ എന്തിനു പോകുമ്പോഴാണ്? വാറിന് പോകുമ്പോൾ. വാർ എന്ന് പറയുമ്പോൾ യുദ്ധത്തിന് പോകുമ്പോൾ അവരെന്ത് ചെയ്യും? സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എന്താ പറഞ്ഞത്? വില്ലേജ് അല്ലെ. വില്ലേജ് എന്ന് പറയുമ്പോൾ എന്താണ്? വില്ലേജിന്റെ നമ്മുടെ വില്ലേജ് ഓഫീസറെ എന്ത് വിളിച്ചു? ഗ്രാമണി എന്നാണ് വിളിച്ചത്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി ഡെമോക്രാറ്റിക്, ജനാധിപത്യം ആണോ നമുക്ക് നോക്കാം. ദ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് ദ ഏർലി വേദിക് പീരീഡ് വാസ് മോസ്റ്റ്ലി ഡെമോക്രാറ്റിക്. ഒരു പരിധി വരെ എന്തായിരുന്നു? ഡെമോക്രാറ്റിക് ആയിരുന്നു, ജനാധിപത്യമായിരുന്നു. ദ ഋഗ്വേദ റിവീൽസ് എവിഡൻസ് ഓഫ് ദ ഏർലിസ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രം ദ ഗവൺമെന്റ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി. ഡെമോക്രാറ്റിക് ആയിരുന്നു അല്ലെ. ഒരു പരിധി വരെ അവരുടെ രീതികൾ എങ്ങനെയായിരുന്നു? ഡെമോക്രാറ്റിക് ആയിരുന്നു. എങ്ങനെയായിരുന്നു? ഡെമോക്രാറ്റിക്, ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിരുന്നു അവരുടെ രീതികൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഡെമോക്രാറ്റിക് ആയിരുന്നു അവരുടെ ഭരണ കാര്യങ്ങള് എന്ന് പറയുന്നത്. ഒരു പരിധി വരെ ജനാധിപത്യത്തിന്, അതേ ജനങ്ങൾക്കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണ രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പിന്നെ അടുത്തത് ദ പ്രീസ്റ്റ് ആണ്. പ്രീസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദ ഏർലി വേദിക് പീരീഡില് പ്രീസ്റ്റിനെ എത്ര തിരിക്കുന്നുണ്ട്? പലതരത്തിൽ റോൾ ചെയ്യുന്നുണ്ട്. പുരാഹിത എന്നും അതുപോലെ വസിഷ്ഠ ആൻഡ് വിശ്വമിത്ര എന്നും ബ്രാഹ്മിൻസ് എന്ന് പറയപ്പെടും. അപ്പൊ പുരോഹിതന്മാരെ എത്രയായിട്ട് പ്രീസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സൊസൈറ്റിയിൽ നമ്മൾ റോള് കൊടുത്തിട്ടുണ്ട്. പുരോഹിത എന്ന് പറയുമ്പോൾ എന്താണ്? കിങ്ങിന്റെ അഡ്വൈസർ ആണ്. നമ്മൾ നേരത്തെ നോക്കിയതാണ്. കിങ്ങിന്റെ അഡ്വൈസർ ആയിട്ട് ആരെ കണക്കാക്കുന്നു? പുരോഹിതയെ കണക്കാക്കുന്നു. നമ്മള് എന്താണ്? യാഗങ്ങൾ കഴിക്കാനും ഒക്കെ നേതൃത്വം നൽകിയതാണ്. നമ്മളിപ്പോ യുദ്ധത്തിന് പോകുവാണ്. യുദ്ധത്തിന് പോകുമ്പോൾ ജയിക്കണേ എന്ന് വിചാരിച്ച് യാഗം കഴിക്കും. അതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? ഈ പുരോഹിതരാണ് അല്ലെ. യാഗത്തിനൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ഈ പുരോഹിതരാണ്. പിന്നെ വസിഷ്ഠ ആൻഡ് വിശ്വമിത്രയും വസിഷ്ഠയും 2 പ്രീസ്റ്റ് ആണ്. രണ്ട് പ്രീസ്റ്റിന്റെ പേരെന്താണ്? വസിഷ്ഠയും അതുപോലെ വിശ്വമിത്രയും.
അതുപോലെ ബ്രാഹ്മിൻസും എന്താണ് യാഗങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ വേദങ്ങൾ ഉരുവിടുവാനും ഒക്കെ ആരാണ് മുന്നോട്ട് വരുന്നത്? ബ്രാഹ്മിൻസ് ആണ്. അപ്പൊ പ്രീസ്റ്റ് നമ്മൾ നോക്കി, പ്രീസ്റ്റിൽ എന്താണ്? പുരോഹിതന്മാരുണ്ട്, വസിഷ്ഠ, അതുപോലെ വിശ്വമിത്ര, ബ്രാഹ്മിൻസ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് എന്താണ് അവരുടെ ട്രഡീഷൻ അല്ലെങ്കിൽ എന്താണ് മതപരമായ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നാണ്. ഇവരുടെ മതപരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്താണ് ഒരു വേദങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. എന്താണ് അവരുടെ രീതികൾ, കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് വേദങ്ങളാണ് അല്ലെ. വേദങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? നമുക്കറിയാം വേദങ്ങൾ സമവേദം, അഥർവവേദം, യജുർവേദം അല്ലെ, അങ്ങനെയുള്ള വേദങ്ങളിലാണ്, ഋഗ്വേദം അല്ലെ, വേദങ്ങളിലാണ് അവരുടെ രീതികൾ എന്ന് പറയുന്നത്. ഇവര് ദ ക്യൂർ ഫോർ ഡിസീസസ്, അതായത് അവരുടെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മതപരമായി പ്രാർത്ഥിച്ചിരുന്നു. ആ ഒരു അസുഖം മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. പ്രേയേഴ്സ് ഫോർ ഹെൽത്ത്, ആരോഗ്യത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിരുന്നു. പ്രേയേഴ്സ് അവരുടെ ലേറ്റർ വേദിക് പീരീഡിൽ അവരുടെ റിലീജിയൻ ആണ് നമ്മൾ പറയുന്നത്. പിന്നെ എന്താണ്? പ്രേയേഴ്സ് ഫോർ ഹെൽത്ത്. പിന്നെ ചാംസ് ഫോർ ദ പ്രോസ്പെരിറ്റി ഓഫ് ഹോം ആൻഡ് ചിൽഡ്രൻ, കുട്ടികൾക്കൊന്നും പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ, കുട്ടികളെല്ലാം ഹെൽത്ത് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ എന്താണ് നല്ല എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് വഴിപാടുകളും പ്രാർത്ഥനയൊക്കെ നമ്മളിപ്പോ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വഴിപാട് കഴിക്കാറില്ലേ, അതുപോലെ ഇവരും എന്ത് ചെയ്തിരുന്നു. കാറ്റിൽ ആൻഡ് ഫീൽഡ്, കാറ്റിൽ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ കന്നുകാലികൾക്കും അതുപോലെ തന്നെ എന്താണ് ആ ഒരു കന്നുകാലികളെ വളർത്തുന്ന നമ്മൾ പറയില്ലേ അവരെ മേയ്ക്കാൻ വിടുന്ന സ്ഥലത്തൊക്കെ വേണ്ടിയിട്ടും ആ പാടത്തിന് വേണ്ടിയിട്ടും, ആ പാടങ്ങളുണ്ടല്ലോ കന്നുകാലികൾ വളരുന്ന ആ പുല്ലൊക്കെ തിന്നാൻ വേണ്ടി പോകുന്ന പാടങ്ങൾ, കൃഷിഭൂമി, ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിരുന്നു? യാഗങ്ങള് കഴിച്ചിരുന്നു. പിന്നെ ചാംസ് കണക്റ്റഡ് ടു ലവ് ആൻഡ് മാരേജ് ഫോർ കോൺട്രവേഴ്സി, റൈവർലി, ജലസി, നല്ല സ്നേഹബന്ധത്തിലുള്ള എന്താണ് വിവാഹങ്ങൾ നടക്കാനും പരസ്പരം ജലസി എന്ന് പറഞ്ഞാൽ എന്താണ്? അസൂയകളൊന്നും ഇല്ലാതെ നല്ല രീതികളിൽ ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ എന്ത് ചെയ്തു? നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. മനസ്സിലായോ? അവരുടെ ട്രഡീഷണൽ കാര്യങ്ങളാണ് പറയുന്നത്. എങ്ങനെയാണ് അവരുടെ ട്രഡീഷൻ എന്ന് പറയുന്നത്? ചാംസ് കണക്ട് വിത്ത് ലവ് ആൻഡ് മാരേജ് ഫോർ കോൺട്രവേഴ്സിയൽ റൈവർലി ജലസി, അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ് പരസ്പരം ഇടയിൽ വിദ്വേഷങ്ങളോ വർഗീയതകളോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും അവരെന്ത് ചെയ്തു? അസൂയ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചിരുന്നു അല്ലെങ്കിൽ എന്താണ് പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായതാണ് അവരുടെ ട്രഡീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെയും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന വേദിക് പീരീഡ് സെക്കൻഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 5 ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തത് എന്തായിരുന്നു? അവരുടെ ഫാമിലി സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? ജോയിന്റ് ഫാമിലി, അതുപോലെ പാട്രിയർക്കൽ ആയിരുന്നു, പോളിഗേനി ആയിരുന്നു. അവിടെ അത് കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ ശേഷം അവരുടെ ട്രഡീഷൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്താണ് മതപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തവരായിരുന്നു. അതുപോലെ തന്നെ സ്വന്തമായിട്ട് അസൂയ വരാതിരിക്കാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിൽ പാകാവിദ്വേഷം ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്തു? വഴിപാടുകളും നേർച്ചകളൊക്കെ കഴിച്ചിരുന്നു. അവിടെ മതപരമായ കാര്യങ്ങൾ കഴിഞ്ഞു പോയി. പിന്നെ അവർക്ക് പ്രീസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? പുരോഹിതന്മാര് രാജാവിനെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ 2 സഭ ഉണ്ടെന്ന് പറഞ്ഞു. 2 സമിതികൾ ഉണ്ടായിരുന്നു അല്ലെ, സഭ, സമിതി എന്ന് പറയുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്തു പോയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠം നമുക്ക് സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കുക, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് ഞങ്ങളെ രേഖപ്പെടുത്തുക. അതുപോലെ എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ കോഴ്സിനെ പറ്റി എന്ത് ഡൗട്ട് ഉള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.